ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനുണ്ടായ നാശത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഇന്ത്യയുടെ പ്രഹരത്തിൽ പാക് സേനയുടെ 20% തകർന്നു. കൊല്ലപ്പെട്ടത് 80-ലേറെ സൈനികർ. ഓപ്പറേഷൻ സിന്ദൂർ വിലയിരുത്താൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം. പാകിസ്ഥാൻ പിടിയിലായ BSF ജവാനെ മോചിപ്പിച്ചു. അബദ്ധത്തിൽ അതിർത്തി കടന്ന പൂർണ്ണം കുമാർ ഷാ തിരിച്ചെത്തുന്നത് 21 ദിവസം പാക് കസ്റ്റഡിയിൽ കഴിഞ്ഞ ശേഷം. കേണൽ സോഫിയ ഖുറേഷിയെ അധിക്ഷേപിച്ച് മധ്യപ്രദേശിലെ BJP മന്ത്രി കുൻവാർ വിജയ് ഷാ. ഭീകരരുടെ സഹോദരിയെന്ന് വിമർശനം. പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള തമിഴ് വകുപ്പിന്റെ സെമിനാർ തടഞ്ഞ് കേരള സർവകലാശാല വൈസ് ചാൻസലർ. ഭീകരാക്രമണം തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന സെമിനാർ ദേശവിരുദ്ധമെന്ന് VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. വാട്സാപ്പ് ലേഖനത്തെ VC പെരുപ്പിച്ചു കാട്ടിയെന്ന് വിമർശനം. കൊച്ചി കടവന്തറയിൽ ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്ന പഴകിയ ഭക്ഷണം പിടികൂടി. പിടിച്ചെടുത്തവയിൽ വന്ദേ ഭാരതിൽ നൽകാനിരുന്ന ഭക്ഷണ പൊതികളും. റെയിൽവേയുടെ കരാറെടുത്ത സ്ഥാപനമുടമ മുങ്ങി. ആ സമയത്ത് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. പോലീസിൽ കംപ്ലൈന്റ് ചെയ്ത് നമുക്ക് നിയമ നടപടി എടുക്കാം. വക്കീൽ ഓഫീസിൽ നിന്ന് ഒരു ലോയറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ളത്. തിരുവനന്തപുരത്ത് യുവ അഭിഭാഷകയെ തല്ലിയ സീനിയർ അഭിഭാഷകനെ കണ്ടെത്താനാകാതെ പോലീസ്. അറസ്റ്റിൽ നിന്ന് രക്ഷിച്ചത് ബാർ അസോസിയേഷൻ സെക്രട്ടറിയെന്ന് മർദ്ദനമേറ്റ അഡ്വക്കേറ്റ് ഷാമിലി. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കാണാതായ 3 കുട്ടികളെ തിരുവനന്തപുരം തമ്പാനൂരിൽ കണ്ടെത്തി. തട്ടിക്കൊണ്ടുപോയതാണെന്ന് കുട്ടികളുടെ മൊഴി. വാനിൽ കയറ്റി കൊണ്ടുപോയി ഗോഡൌണിൽ അടച്ചെന്ന മൊഴി വിശ്വാസത്തിലെടുക്കാതെ പോലീസ്. പാർട്ടിക്കും സർക്കാരിനുമെതിരെ ഒളിയമ്പുമായി G സുധാകരൻ. ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കായി റോഡ് കുഴിച്ചാൽ ആലപ്പുഴയ്ക്ക് താങ്ങാനാവില്ലെന്ന് മുന്നറിയിപ്പ്. കിഫ്ബിക്കെതിരെയും വിമർശനം. കൂട്ടത്തിൽ പൊക്കമുള്ളയാളല്ല നേതാവെന്നും സുധാകരൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ ആക്രമണത്തിൽ പാകിസ്ഥാനുണ്ടായത് വൻ നാശനഷ്ടം. ആക്രമണത്തിൽ പാകിസ്ഥാൻ സേനയുടെ 20% സൗകര്യങ്ങൾ തകർത്തു. ഒരു സ്ക്വാഡ്രൺ ലീഡർ ഉൾപ്പെടെ 50 സൈനികരും കൊല്ലപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഭാഗത്ത് ഏറ്റവും വലിയ നഷ്ടമുണ്ടായത് പാകിസ്ഥാൻ വ്യോമസേനയ്ക്കാണ്. നിലവിൽ വ്യോമസേനയ്ക്കുണ്ടായിരുന്ന സൗകര്യങ്ങളിൽ 20% നശിപ്പിക്കപ്പെട്ടു. പാകിസ്ഥാനിലെ 1 ഡസനിലധികം സൈനിക താവളങ്ങൾ നശിപ്പിക്കപ്പെട്ടതിൽ പകുതിയിലേറെയും വ്യോമത്താവളങ്ങളാണ്. വളരെ ഉയർന്ന റെസൊല്യൂഷനിലുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ വഴിയാണ് ഇന്ത്യൻ സേന ആക്രമണ വ്യാപ്തി തെളിവ് സഹിതം സ്ഥിരീകരിക്കുന്നത്. സിന്ധിലെ സുക്കൂർ, റാവൽപിണ്ടിയിലെ നൂർഖാൻ, തെക്കൻ പഞ്ചാബിലെ റഹീമിയാർ ഖാൻ, സർഗോധയിലെ മുഷബ്, വടക്കൻ സിന്ധിലെ ജേക്കബാബാദ്, ബൊളാരി എന്നിവിടങ്ങളിലെ വ്യോമത്താവളങ്ങളിൽ കനത്ത നാശമുണ്ടായതായി ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. വിമാന ഹാങ്കറുകളും റൺവേയും അടക്കം പൂർണ്ണമായും തകർന്നതും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. നിരവധി കെട്ടിടങ്ങളും തകർന്നിട്ടുണ്ട്. സിന്ധിലെ ബൊലാരി വ്യോമത്താവളത്തിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫ് അടക്കം 50 പേർ കൊല്ലപ്പെട്ടു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. അബദ്ധത്തിൽ അതിർത്തി മറികടന്നപ്പോൾ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത BSF ജവാനെ ഇന്ത്യക്ക് കൈമാറി. ഏപ്രിൽ 23-ന് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്ത BSF ജവാൻ പൂർണ്ണം കുമാർ സാഹുവിനെയാണ് ഇന്ന് രാവിലെ ഇന്ത്യക്ക് കൈമാറിയത്. രാവിലെ 10:30 അമൃത്സറിലെ അട്ടാരി ജോയിന്റ് ചെക്ക് പോസ്റ്റ് വഴി ഇന്ത്യക്ക് കൈമാറിയെന്ന് BSF പ്രസ്താവനയിലൂടെ അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള പിരിമുറുക്കത്തിനിടെയായിരുന്നു BSF ജവാൻ കസ്റ്റഡിയിലായത്. രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ നിന്ന് ഇന്ത്യ പിടികൂടിയ പാകിസ്ഥാൻ റേഞ്ചറിനെ പാകിസ്ഥാന് കൈമാറിയിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന ശേഷമുള്ള ആദ്യ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുന്നു. പ്രധാനമന്ത്രിയുടെ വീട്ടിലാണ് യോഗം പുരോഗമിക്കുന്നത്. അതിർത്തിയിലെ സാഹചര്യം എന്തെന്ന് മന്ത്രിസഭാ യോഗം വിലയിരുത്തും. ഇതിനുശേഷം സുരക്ഷാ കാര്യങ്ങൾ പരിഗണിക്കുന്ന ക്യാബിനറ്റ് സമിതിയുടെ യോഗവും ഉണ്ടാകും. പഹൽഗാം ഭീകരാക്രമണം നടന്ന ശേഷം ഈ സമിതി 3ാമത്തെ തവണയാണ് യോഗം ചേരുന്നത്. ഇന്ത്യ പാക് DGMO തല ചർച്ച 48 മണിക്കൂറിനകം വീണ്ടും നടത്താനാണ് ധാരണ. അതിൽ സ്വീകരിക്കേണ്ട നിലപാടുകളും യോഗത്തിൽ ചർച്ചയാകും. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ പ്രതിനിധിയെ പാകിസ്ഥാൻ പുറത്താക്കിയിട്ടുണ്ട്.
നിലവിലെ സാഹചര്യങ്ങൾ വിശദീകരിക്കാൻ സംയുക്ത സേനാ മേധാവിയും 3 സൈനിക മേധാവിമാരും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ടു. ആർ കിരൺ ബാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. കിരൺ, വെടിനിർത്തൽ ധാരണ ഇപ്പോൾ ഉണ്ട് എങ്കിൽ പോലും ഏത് സമയവും എന്തും പാകിസ്ഥാനിൽ നിന്ന് സംഭവിക്കാം എന്നുള്ള ഒരു ആശങ്കയുമുണ്ടല്ലോ. ആ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളും നടക്കുകയാണല്ലോ. ഇന്നത്തെ കേന്ദ്ര മന്ത്രിസഭാ യോഗം എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ്? മനുഷ്യ കേന്ദ്ര മന്ത്രിസഭാ യോഗം തുടരുകയാണ്. കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാവും ഇതുവരെയുള്ള എന്തെല്ലാമാണ് ഇന്ത്യ എടുത്ത നിലപാടുകൾ, പാകിസ്ഥാന്റെ നിലപാടുകൾ എന്തായിരുന്നു, എങ്ങനെയാണ് തിരിച്ചടി നൽകിയത്, ഇന്ത്യയുടെ തുടർന്നുള്ള നിലപാടുകൾ, അത്തരം വിശദീകരണങ്ങളൊക്കെ പ്രധാനമന്ത്രി യോഗത്തിൽ നൽകിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന. ഔദ്യോഗികമായ സ്ഥിരീകരണമല്ല. പുറത്തുവരുന്ന സൂചന അനുസരിച്ച് ഇന്ത്യയുടെ നിലപാടുകളിൽ മന്ത്രിസഭാംഗങ്ങൾ വലിയ സന്തുഷ്ടി പ്രകടിപ്പിക്കുകയും അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകളും എന്തായാലും പുറത്തു വരുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയമായി എങ്ങനെയെല്ലാം ഇതിനെ നേരിടണം എന്നുള്ള വിഷയത്തിലും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് മന്ത്രിസഭാ യോഗത്തിൽ വിശദീകരണം ഉണ്ടാവാൻ വഴിയുണ്ട്. കാരണം കോൺഗ്രസ് അടക്കം പ്രധാനപ്പെട്ട ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മൂന്നാം കക്ഷി ഇടപെടലുണ്ടോ എന്നടക്കമുള്ള ആരോപണങ്ങൾ. അത്തരം വിഷയങ്ങളിലടക്കമുള്ള മറുപടിയും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷമാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി യോഗം ചേരുക. ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങൾ അവിടെയാവും ഉണ്ടാവുക. കാരണം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇനി പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ എങ്ങനെ വേണം തിരിച്ചടി നൽകേണ്ടത്? നേരത്തെ തന്നെ ഇന്ത്യ അക്കാര്യത്തിൽ അനൌദ്യോഗികമായ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇനി ഏതെങ്കിലും തരത്തിൽ ഭീകരാക്രമണം ഉണ്ടായാലടക്കം അതിനെ ഒരു യുദ്ധമായി തന്നെ, രാജ്യത്തിനെതിരായ യുദ്ധമായി തന്നെ കണക്കാക്കി തിരിച്ചടി ഉണ്ടാവും എന്നുള്ളത്, അതും കൃത്യമായി ഇന്ത്യ പാകിസ്ഥാനെ നേരത്തെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ ഇന്നത്തെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയിലാണ് തീരുമാനമുണ്ടാകുക. പ്രതിരോധ മന്ത്രാലയം, പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി, ഒപ്പം വിദേശകാര്യമന്ത്രിയും ധനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയും യോഗത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് യോഗത്തിൽ പങ്കെടുപ്പിക്കാറുണ്ട്. ആ യോഗത്തിലാണ് ഇത്തരം രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച്, ഭാവിയെ സംബന്ധിച്ച് അതീവ സുപ്രധാനമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുക. എല്ലാ തീരുമാനങ്ങളും ചിലപ്പോൾ പുറത്തു വരണം എന്നില്ല. പക്ഷേ ചില തീരുമാനങ്ങളൊക്കെ രാജ്യം പുറത്തേക്ക് അറിയിക്കണം എന്നുണ്ടെങ്കിൽ അത്തരം തീരുമാനങ്ങൾ വിശദീകരണം ഉണ്ടാവാനും വഴിയുണ്ട്. എന്തായാലും അതീവ സുപ്രധാനമായ ഈ യോഗം ചേരുന്നുണ്ട് എന്ന് തന്നെ. ഇനി ഏത് തരത്തിലേക്ക് സൈന്യത്തിന് നിർദ്ദേശം നൽകണം, ഏത് തരത്തിലേക്കുള്ള ഒരു സന്ദേശമാണ് സർക്കാർ സൈന്യത്തിലേക്ക് നൽകുന്നത്, രാഷ്ട്രീയ സന്ദേശം എന്താണ്, അങ്ങനത്തെ ഒരു തിരിച്ചടിയുടെ സാഹചര്യം വന്നാൽ എങ്ങനെ തിരിച്ചടിക്കാം എന്നുള്ള സന്ദേശം നൽകുക, അത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനം ഇതിലുണ്ടാവും എന്നും പ്രതീക്ഷിക്കുന്നു. ശരി, ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തി മധ്യപ്രദേശ് BJP മന്ത്രി കുൻവാർ വിജയ് ഷാ. സോഫിയ ഖുറേഷിയെ ഭീകരരുടെ സഹോദരി എന്നായിരുന്നു BJP മന്ത്രിയുടെ പരോക്ഷ പരാമർശം. നമ്മുടെ പെൺകുട്ടികളുടെ നെറ്റിയിലെ സിന്ദൂരം തുടച്ചവരെ ഒരു പാഠം പഠിപ്പിക്കാൻ മോദി അവരുടെ സഹോദരിയെ തന്നെ അയച്ചുവെന്നാണ് സർക്കാർ പരിപാടിയിൽ BJP മന്ത്രി പറഞ്ഞത്. എന്നാൽ മന്ത്രിയുടെ വാക്കുകൾക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. കുൻവാർ വിജയ് ഷായുടെ പരാമർശങ്ങൾ അപമാനകരവും ലജ്ജാകരവുമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷമുള്ള 4ാം ദിവസവും ശാന്തമായി കഴിഞ്ഞുപോയി അതിർത്തി. ഇന്നലെ രാത്രിയിൽ അതിർത്തി മേഖലകളിൽ എവിടെയും ഡ്രോൺ സാന്നിധ്യം കണ്ടതായോ സൈന്യം തിരിച്ചടിച്ചതായോ ഉള്ള റിപ്പോർട്ടുകൾ ഇല്ല. വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന് 4 ദിവസം പിന്നിടുമ്പോൾ അതിർത്തി മേഖലകൾ സാധാരണ നിലയിലേക്കെത്തി. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ജമ്മുകാശ്മീരും പഞ്ചാബും രാജസ്ഥാനും ഗുജറാത്തും അടക്കമുള്ള അതിർത്തി മേഖലകൾ ശാന്തമായിരുന്നു. എവിടെയും ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയതായോ സൈന്യം തിരിച്ചടിച്ചതായോ റിപ്പോർട്ടില്ല. ഇതിനിടെ പഞ്ചാബിലെ 5 അതിർത്തി ജില്ലകളിലെ സ്കൂളുകളും ഇന്ന് തുറന്നു. അമൃത്സർ, തൻതരൻ, ഫാസിൽക്ക, ഫിസോർപൂർ, പഠാൻകോട്ട് എന്നിവിടങ്ങളിലെ സ്കൂളുകളാണ് തുറന്നത്. ഒരറിയിപ്പുണ്ടാകുന്നത് വരെ രാവിലെ മുതൽ ഉച്ചവരെയായിരിക്കും സ്കൂളുകളുടെ പ്രവർത്തന സമയം. കഴിഞ്ഞ ദിവസം അതിർത്തി മേഖലയിലെ പല സ്കൂളുകളും തുറന്നിരുന്നു. എന്നാൽ ജമ്മുവിൽ സ്കൂളുകൾ തുറക്കാൻ വൈകും. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ അടച്ചിടാനാണ് ജമ്മുവിലെ സ്കൂളുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. രാജ്യത്തെ അടച്ചിട്ട എല്ലാ വ്യോമപാതകളിലും വിമാനത്താവളങ്ങളിലും നാളെയോടെ സർവീസുകൾ സാധാരണ നിലയിലേക്കാകുമെന്നാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. അതേസമയം സംഘർഷ സാധ്യതകൾ നിലവിൽ ശാന്തമാണെങ്കിലും അതിർത്തിയിലുള്ള ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പടിഞ്ഞാറൻ അതിർത്തിയിലെ ജില്ലകളിൽ ജനങ്ങളോട് സ്വമേധ ബ്ലാക്ക്ഔട്ട് പിന്തുടരാനാണ് ജില്ലാ ഭരണകൂടങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. സ്ട്രീറ്റ് ലൈറ്റുകൾ അടക്കം 8 മണിയോടെ ഓഫാക്കും. പുറത്തുള്ള ലൈറ്റുകൾ സ്വമേധയാ അണച്ച് അകത്ത് അത്യാവശ്യത്തിനുള്ള വിളക്കുകൾ മാത്രം ഉപയോഗിക്കണമെന്നും നിർദ്ദേശം നൽകി. സംഘർഷത്തെ തുടർന്ന് മേഖലകളിൽ നിന്ന് ഒഴിപ്പിച്ച ആളുകൾ തിരികെ സ്വന്തം വീടുകളിലേക്ക് എത്തിത്തുടങ്ങി. ജമ്മുകാശ്മീരിലെ പൂഞ്ച്, ബാരാമുള്ള, കുപ്വാര അടക്കമുള്ള മേഖലകളിലെ ആളുകൾ ഉടൻ വീടുകളിലേക്ക് മടങ്ങില്ല. പാകിസ്ഥാന്റെ കനത്ത ഷെല്ലാക്രമണത്തിൽ നിരവധി വീടുകൾ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്.
ഇവ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹരിച്ചു നൽകുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ പൂർണ്ണമായും വിലയിരുത്തിയ ശേഷം ജമ്മുകാശ്മീരിലെ ജനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ചൈനയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി സിൻഹുവിന്റെയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ടാബ്ലോയിഡ് ഗ്ലോബൽ ടൈംസിന്റെയും എക്സ് അക്കൗണ്ടുകൾ ഇന്ത്യ നിരോധിച്ചു. അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റുന്ന ചൈനയുടെ നടപടി അസംബന്ധമാണെന്നും ഇന്ത്യ പ്രതികരിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് അയവ് വന്നതിന് പിന്നാലെയാണ് ചൈനയുടെ പ്രകോപനം. ഇതിന് ശക്തമായ മറുപടിയാണ് ഇന്ത്യ നൽകിയത്. ചൈനയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി സിൻഹുവിന്റെയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പത്രമായ പീപ്പിൾസ് ഡെയിലിയുടെ ടാബ്ലോയിഡ് ഗ്ലോബൽ ടൈംസിന്റെയും എക്സ് അക്കൗണ്ടുകൾ ഇന്ത്യ നിരോധിച്ചു. ഇന്ത്യ പാക് സംഘർഷ സമയത്ത് ഇന്ത്യക്കെതിരെ വസ്തുതാവിരുദ്ധ വാർത്തകൾ തുടർച്ചയായി നൽകിയതിനെ തുടർന്നാണ് നിരോധനം. തെറ്റായ വാർത്തകൾ നൽകും മുമ്പ് വസ്തുതയും ഉറവിടവും പരിശോധിക്കണമെന്ന് നേരത്തെ ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടിരുന്നു. 2021 പഞ്ചാബിൽ തകർന്നു വീണ MiG-21 വിമാനത്തിന്റെ ചിത്രം നൽകി ഇന്ത്യയുടെ റഫാൽ വിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ടതാണെന്ന പ്രചാരണമടക്കം തെറ്റാണെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനുശേഷവും പാകിസ്ഥാന്റെ വ്യാജ അവകാശവാദങ്ങൾ ഗ്ലോബൽ ടൈംസ് നൽകിയതിനെ തുടർന്നാണ് നിരോധനം. ഇതിനിടെ അരുണാചൽ പ്രദേശിലെ പല സ്ഥലങ്ങളുടെയും പേരുമാറ്റി ചൈനീസ് പേരുകളിട്ട് അതിന്റെ പട്ടിക ചൈന പുറത്തുവിട്ടു. അസംബന്ധം എന്നായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. പേരുമാറ്റിയെന്ന് അവകാശപ്പെട്ടതുകൊണ്ട് അതിൽ മാറ്റം വരില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. INS വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടിയുള്ള ഫോൺ വിളി കേസിൽ പ്രതിയുടെ മാനസികാരോഗ്യ സർട്ടിഫിക്കറ്റിനെ കുറിച്ചും അന്വേഷണം. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് മൂലമുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്ന വ്യക്തിയാണെന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് ഇയാൾ ഹാജരാക്കിയിട്ടുള്ളത്. ഇത് നൽകിയ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമം അന്വേഷണ സംഘം തുടങ്ങിയിട്ടുണ്ട്. പോലീസിന് പുറമെ കേന്ദ്ര ഏജൻസികളും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്തതാണെന്ന ലേഖനം ചർച്ച ചെയ്യാനിരുന്ന സെമിനാർ തടഞ്ഞെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. ദേശവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തമിഴ് വകുപ്പിന്റെ സെമിനാർ തടഞ്ഞതെന്നും ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. എന്നാൽ നടക്കാത്ത സെമിനാറിന്റെ പേരിൽ VC വിദ്യാർത്ഥികളെ അപമാനിക്കുകയാണെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞു. സെമിനാർ ആലോചിച്ചിട്ടില്ലെന്നും വാട്സാപ്പ് ഗ്രൂപ്പിൽ അഭിപ്രായം പറയുക മാത്രമാണ് ചെയ്തതെന്നും ഗവേഷക വിദ്യാർത്ഥി വകുപ്പ് മേധാവിക്ക് നൽകിയ കത്തിലും പറയുന്നുണ്ട്. This must be a lesson to all those anti-nationals, and I have informed the fact to our Honorable Chancellor, and I understand that he has informed to the national agencies. വൈസ് ചാൻസലറുടെ ഈ ആരോപണം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തള്ളി. ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലും ഇതേ ചൊല്ലി ഇടതംഗങ്ങളും VCയും തമ്മിൽ രൂക്ഷമായ തർക്കമുണ്ടായി. BJPയുടെ 2 സിൻഡിക്കേറ്റ് അംഗങ്ങൾ VCയെ പിന്തുണച്ചു. ഇല്ലാത്ത സെമിനാറിന്റെ പേരിൽ വിദ്യാർത്ഥികളെ VC രാജ്യദ്രോഹികളായി ചിത്രീകരിച്ചു എന്നാണ് CPMന്റെ ആരോപണം. എന്ത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വൈസ് ചാൻസലർ ഇതെല്ലാം ബോധപൂർവം കെട്ടിച്ചമച്ച് കോൺസ്പിറസി ഉണ്ടാക്കി തമിഴ് വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവരെ ആന്റി നാഷണൽ എന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയുടെ ഭാഗമായിട്ടാണ്? VC തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ രാജ്യദ്രോഹ സെമിനാർ കേരള സർവകലാശാലയിൽ നടന്നേനെ എന്ന് BJP അംഗങ്ങൾ ആരോപിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അവർ ആസൂത്രണം ചെയ്തത്. വളരെ കരുതിക്കുട്ടി തന്നെയാണ് ഈ വിഷയം എടുത്തിട്ടുള്ളത്. അത് നടക്കാതെ പോയതിൽ ആശ്വസിക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറുടെ ഇടപെടൽ കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ സർവകലാശാല തമിഴ് വിഭാഗം മേധാവി രജിസ്ട്രാർക്ക് നൽകിയ വിശദീകരണ കത്തിലും ആരോപണ വിധേയനായ വിദ്യാർത്ഥി വകുപ്പ് മേധാവിക്ക് നൽകിയ മറുപടിയിലും സെമിനാർ നടന്നിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നു. പ്രതിവാര ചർച്ചയ്ക്ക് ഒരു വിഷയം നിർദ്ദേശിക്കുക മാത്രമായിരുന്നു. വിനവെന്ന തമിഴ് വെബ്സൈറ്റിൽ വന്ന പഹൽഗാം താക്കൂതൽ എന്ന ലേഖനം ചർച്ച ചെയ്യാമെന്ന നിർദ്ദേശം ഗവേഷക വിദ്യാർത്ഥി വാട്സാപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞു. ഇത് കണ്ടയുടൻ വകുപ്പ് മേധാവി ഈ സന്ദേശം ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഇതാണ് വിവാദത്തിൽ വിദ്യാർത്ഥിയുടെയും വകുപ്പ് മേധാവിയുടെയും വിശദീകരണം. തെറ്റായ ഉദ്ദേശത്തോടെ ചെയ്തതല്ലെന്നും ഇനി ആവർത്തിക്കില്ലെന്നും വകുപ്പ് മേധാവിക്ക് നൽകിയ കത്തിൽ വിദ്യാർത്ഥി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സെമിനാർ നടത്താൻ തീരുമാനിച്ചത് തടയുകയായിരുന്നു എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ റോഹൻ കുന്നുമ്മൽ. ന്യൂസ് 18 തിരുവനന്തപുരം. റാപ്പർ വേടനെതിരെ RSS സൈദ്ധാന്തികൻ NR മധു നടത്തിയ പരാമർശങ്ങൾ വിവാദത്തിൽ. വേടന്റെ പാട്ട് ജാതി ഭീകരവാദവും വിഘടനവാദവും പ്രചരിപ്പിക്കുന്നതും വരുന്ന തലമുറയുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുന്നതുമാണെന്നാണ് പരാമർശം. വേടനെ സ്പോൺസർ ചെയ്യുന്നത് വിഘടനവാദ ശക്തികളാണെന്ന് കൃത്യമായി അറിയാമെന്നും പറയുന്നു. വേടനെ പാട്ടുമായി നാലമ്പലങ്ങളിലേക്ക് കടക്കുന്നതിനെ ചെറുക്കണമെന്നും കേസരി വാരികയുടെ പത്രാധിപർ കൂടിയായ മധു പറഞ്ഞിരുന്നു. നവോത്ഥാനം ചില സ്ഥലങ്ങളിൽ
വഴിപിഴച്ചു പോകുന്നതായും അദ്ദേഹം ആരോപിച്ചു. കൊല്ലം കിഴക്കേ കല്ലട പുതിയിടത്ത് ശ്രീ പാർവതി ദേവി ക്ഷേത്ര പ്രതിഷ്ഠാ വാർഷിക സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല. പക്ഷേ വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന, വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ്. വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട്. സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ്. അത്തരം കലാഭാസങ്ങൾ നമ്മളുടെ നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. ഭക്ഷണത്തിൽ മതം ആരോപിച്ച് RSS സൈദ്ധാന്തികനും കേസരി വാരിക എഡിറ്ററുമായ NR മധു. ഷവർമ കഴിച്ച് മരിക്കുന്നവരിൽ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഇല്ലെന്നും ഹിന്ദുക്കളാണ് ഷവർമ കഴിച്ച് മരിക്കുന്നതുമെന്നുള്ള വിചിത്രവാദമാണ് മധു ഉന്നയിച്ചത്. ആഹാരം തൃപ്തി തോന്നണമെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഫുഡ് കഴിക്കണം. കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം നമ്മളുടെ നാസാദ്വാരങ്ങളെ തുളച്ചുകൊണ്ട് കടന്നു പോകുന്നു. നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത്. ഈ ആക്രാന്തം മൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്നു ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്. തിരുവനന്തപുരത്ത് യുവ അഭിഭാഷകയെ മർദ്ദിച്ച സീനിയർ അഭിഭാഷകനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞില്ല. തന്നെ മർദ്ദിച്ച ബെയിലിൻ ദാസിനെ അറസ്റ്റിൽ നിന്ന് രക്ഷിച്ചത് ബാർ അസോസിയേഷൻ സെക്രട്ടറിയായ വള്ളക്കടവ് മുരളീധരനാണെന്ന ആരോപണവുമായി മർദ്ദനമേറ്റ വനിതാ അഭിഭാഷക രംഗത്തെത്തി. വക്കീൽ ഓഫീസിൽ കയറി അറസ്റ്റ് അനുവദിക്കാനാകില്ലെന്ന് മുരളീധരൻ നിലപാടെടുത്തതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത്. സീനിയർ അഭിഭാഷകൻ ഇതിനു മുൻപും മർദ്ദിച്ചിട്ടുണ്ട്. മർദ്ദിച്ചയാൾക്കെതിരെ ബാർ കൗൺസിലിന് പരാതി നൽകിയിട്ടുണ്ടെന്നും യുവ അഭിഭാഷക പറഞ്ഞു. ഓഫീസിലെ തന്നെ മറ്റൊരു അഭിഭാഷകയോട് താൻ അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ചാണ് മർദ്ദിച്ചത്. ആരോടും മോശമായി പെരുമാറിയിട്ടില്ല. മർദ്ദനമേറ്റപ്പോൾ തന്നെ പോലീസിനെയും വീട്ടുകാരെയും അറിയിച്ചു. എന്നാൽ ബാർ അസോസിയേഷൻ സെക്രട്ടറി മർദ്ദിച്ച അഭിഭാഷകനെ ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാനാകില്ലെന്ന നിലപാട് സ്വീകരിച്ചു. ഞാൻ ഈ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചായിരുന്നു. അപ്പോഴേക്കും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാം. അപ്പം ഞാൻ പറഞ്ഞു പോകാൻ പറ്റില്ല, എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, ആൾ വന്നിട്ട് സാർ പോയാൽ മതി തടഞ്ഞു. ഞാൻ അത്രയും സമയം അദ്ദേഹത്തെ അവിടെ ഹോൾഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയൻ വന്നു, ഹസ്ബൻഡ് വന്നു. അപ്പോഴേക്കും ഇവർ റേസായി, ഇവർ ഫയറായി, എന്താ ചെയ്തേക്കുന്നത്. അപ്പോൾ അപ്പോഴേക്കും ഒത്തിരി അഡ്വക്കേറ്റ്സ് വന്നു, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ വന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ആവശ്യം ഇവിടെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, വക്കീൽ ഓഫീസിൽ നിന്ന് ഒരു വക്കീലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഏറെ ആഗ്രഹിച്ചാണ് അഭിഭാഷകയായത്. 6 മാസം പ്രായമുള്ള കൈക്കുഞ്ഞിനെ വീട്ടിലാക്കിയാണ് ജോലിക്കെത്തിയിരുന്നത്. വിതുമ്പലോടെ ശ്യാമിലി പറഞ്ഞു. അത്രയും ഇഷ്ടപ്പെട്ട് വീട്ടുകാർക്ക് ആർക്കും ഇഷ്ടമല്ല. ഞാനൊരു ലോയർ ആവുന്നതിനോട് ആർക്കും താല്പര്യമില്ല. വീട്ടില് നല്ലപോലെ ഫൈറ്റ് ചെയ്തിട്ടാണ്. എൻട്രൻസ് പോലും എനിക്ക് എഴുതാൻ പറ്റിയില്ല. മാനേജ്മെന്റ് കോട്ടയിലാണ് ഞാൻ പഠിച്ചത്. ഒരു സെമ്മിൽ പോലും ഫസ്റ്റ് ക്ലാസ്സിൽ കുറഞ്ഞ മാർക്ക് വാങ്ങിയിട്ടില്ല. അത്രയും സ്ട്രഗിൾ ചെയ്ത് അത്ര ഇഷ്ടത്തോടെയാണ് ഞാൻ പഠിച്ചത്. എന്റെ ആകെയുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവും വർക്ക് ചെയ്യുമെന്നുള്ളതാണ്. KSRTC വിവാദത്തിൽ മേയറുടെ കസേര തെറിക്കുമെന്ന വീഡിയോയും ഹണി റോസിനോട് അപമര്യാദയായി പെരുമാറിയെന്ന വിവാദത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണച്ചും സമൂഹ മാധ്യമങ്ങളിൽ ബെയിലിൻ ദാസ് പ്രചരിപ്പിച്ച വീഡിയോകളും ചർച്ചയാവുകയാണ്. ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും മുതിർന്ന അഭിഭാഷകർ ഉൾപ്പെടെ വനിതാ അഭിഭാഷകയെ ഫോണിൽ ബന്ധപ്പെട്ട് പിന്തുണ നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബാർ അസോസിയേഷൻ മർദ്ദിച്ച അഭിഭാഷകനെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുവെങ്കിലും ആദ്യം അറസ്റ്റ് ഒഴിവാക്കാൻ സ്വീകരിച്ച നിലപാട് ആരോപണ വിധേയമാവുകയാണ്. വനിതാ അഭിഭാഷക ബാർ കൗൺസിലിനും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി വി വിനോദ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, ബാർ അസോസിയേഷൻ ഈ അഡ്വക്കേറ്റിനെതിരെ നടപടിയെടുത്തു, പക്ഷേ ഇതേ അസോസിയേഷൻ സെക്രട്ടറി തന്നെയാണല്ലോ ഈ അഡ്വക്കേറ്റിനെ രക്ഷിച്ചതും. മഞ്ജുഷ, തീർച്ചയായും അത്തരമൊരു ആരോപണം തന്നെയാണ് വരുന്നത്. കാരണം ഈ സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ ബാർ അസോസിയേഷൻ്റെ ഭാരവാഹികളെയും പോലീസിനെയും
വനിതാ അഭിഭാഷക ഈ വിവരം അറിയിക്കുന്നുണ്ട്. തുടർന്ന് അസോസിയേഷൻ്റെ ആളുകൾ അവിടെ എത്തുകയും ഇതിൽ വനിതാ അഭിഭാഷക പേരെടുത്ത് പറയുന്നത് സെക്രട്ടറിയുടേതാണ്. സെക്രട്ടറി ഓഫീസിൽ കയറി അഭിഭാഷകനെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല, അത് ശരിയായ രീതിയല്ല എന്ന ഒരു കാര്യം പറയുകയും ചെയ്തു എന്നാണ്. പക്ഷേ പിന്നീട് സംഭവിച്ചതെന്തെന്നാൽ അഭിഭാഷകൻ ഒളിവിൽ പോകുന്ന സാഹചര്യമാണ്. ഇപ്പോഴും പോലീസിന് പ്രതിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വഞ്ചൂരിലെ ഓഫീസിലടക്കം പരിശോധന നടത്തുന്നുവെന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നു. ഏതായിരുന്നാലും ഇതിൽ അഭിഭാഷക അസോസിയേഷൻ എടുത്ത ബാർ അസോസിയേഷൻ്റെ നിലപാട് അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും വിമർശന വിധേയമാകുന്നത്. പിന്നീട് അഭിഭാഷകനെ സംഘടനയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനമുണ്ടായെങ്കിലും എന്തുകൊണ്ട് ആദ്യം മറിച്ചൊരു നിലപാട്, അറസ്റ്റിന് തടസ്സം നിന്നു എന്ന ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ പൊതുവിൽ അഭിഭാഷക ലോകത്ത് നിന്ന് ഈ വനിതാ അഭിഭാഷകയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണുള്ളത്. ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും നിരവധി അഭിഭാഷകർ പെൺകുട്ടിയെ വിളിച്ച് അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. മാത്രമല്ല ബെയിലിൻ ദാസിൻ്റെ ഒരു ചരിത്രം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. സ്ത്രീ വിരുദ്ധമാണ് ഇയാളുടെ പെരുമാറ്റമെന്ന ആരോപണവും ശക്തിപ്പെടുകയാണ്. കാരണം യദു മേയർ വിഷയമുണ്ട്, അതിൽ KSRTC ഡ്രൈവർമാരുള്ള തർക്കമാണ്, അതിൽ മേയറുടെ കസേര തെറിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വീഡിയോ, അതോടൊപ്പം തന്നെ ഹണി റോസിനെതിരെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ചില പരാമർശങ്ങളും ആ തരത്തിലുള്ള മോശം വാക്കുകളും ഒക്കെ ഉണ്ടായപ്പോൾ ഹണി റോസിനെതിരെയുള്ള വീഡിയോ, അത്തരത്തിൽ പൊതുവിൽ സ്ത്രീ വിരുദ്ധമായ ഒരു മനോനിലയുള്ള ആളാണ് എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലും ഇയാൾക്കെതിരെയുള്ള പ്രചരണം ശക്തമാവുകയാണ്. ഏതായിരുന്നാലും ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നു. പ്രതിയെ വളരെ പെട്ടെന്ന് പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ പോലീസിനുണ്ട്. കഴിഞ്ഞ ദിവസം ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. എങ്കിൽ തന്നെയും അത് ദുർബലമായ വകുപ്പുകളാണെന്ന ഒരു ആരോപണം കൂടിയുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിൽ ഈ അന്വേഷണം തുടർന്നു പോകുമ്പോൾ കൂടുതൽ ശക്തമായ വകുപ്പുകൾ FIRന്റെ ഭാഗമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വനിതാ അഭിഭാഷക പറയുകയും. വിനോദാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട തിരുവല്ല പുളിക്കീഴിൽ ബിവറേജസ് ഔട്ട്ലെറ്റും വെയർഹൌസും കത്തിനശിച്ച സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് ബെവ്കോ CMD ഹർഷിത അട്ടല്ലൂരി. 10 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമികമായ കണക്ക്. ഇന്നലെ രാത്രിയാണ് ബെവ്കോയുടെ ഗോഡൌണും ഔട്ട്ലെറ്റും പൂർണ്ണമായും കത്തിനശിച്ചത്. 15 ബെവ്കോ ഔട്ട്ലെറ്റുകളിലേക്ക് വിതരണത്തിനായി സൂക്ഷിച്ച 45,000 കേസ് മദ്യമാണ് അഗ്നിബാധയിൽ പൂർണ്ണമായി കത്തിനശിച്ചത്. 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. 10 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് കണക്ക്. ബെവ്കോ CMD ഹർഷിത അട്ടല്ലൂരി കത്തിനശിച്ച ഔട്ട്ലെറ്റിലും വെയർഹൌസിലും സന്ദർശനം നടത്തി. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം നടത്തുമെന്നും സംസ്ഥാനത്തെ എല്ലാ ബെവ്കോ ഔട്ട്ലെറ്റുകളിലും ഫയർ ഓഡിറ്റ് നടത്തുമെന്നും ഹർഷിത അട്ടല്ലൂരി. ഞങ്ങളൊരു എൻക്വയറി നടത്തും. പക്ഷേ ബേസിക്കലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലീസിൻ്റെ എല്ലാ ഇൻവെസ്റ്റിഗേഷനിലാണ്. SP ഒരു സ്ഥലത്തുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ സപ്പോർട്ട് പോലീസിനുണ്ടാവും. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഇതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാം. തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആന്റണി MP. ഇത് ഒരു സ്വാഭാവികമായി ഉണ്ടായ അപകടമാണോ? കോടിക്കണക്കിന് റുപ്യയുടെ മദ്യം സ്റ്റോക്ക് ചെയ്യുമ്പോൾ അത് കൊടുക്കാൻ വേണ്ടി മുൻകൂടി ഇവിടെ പണം അടച്ച് റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സമഗ്രമായ ഒരു അന്വേഷണം ഇവിടെ അനിവാര്യമാണ്. സംഭവത്തിൽ തിരുവല്ല പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. ജവാൻ മദ്യനിർമ്മാണ കേന്ദ്രവും തീപിടിച്ച കെട്ടിടത്തിന് സമീപമാണ് പ്രവർത്തിക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കാണാതായ 3 കുട്ടികളെ തിരുവനന്തപുരം തമ്പാനൂരിലെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കണ്ടെത്തി. റെയിൽവേ സ്റ്റേഷനിൽ കറങ്ങി നടക്കുന്നത് കണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പോലീസിൽ വിവരം അറിയിച്ചത്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതാണെന്ന മൊഴി പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെ 10 മുതൽ ഫോർട്ട് കൊച്ചി ലാസർ മാർക്കറ്റിന് സമീപത്ത് നിന്നാണ് കുട്ടികളെ കാണാതായത്. കാണാതായ 2 പേർ 10ാം ക്ലാസ്സിലും ഒരാൾ 7ാം ക്ലാസ്സിലുമാണ്. ഇവർ പോകാൻ സാധ്യതയുള്ള ബന്ധുവീടുകളിലെല്ലാം പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇന്ന് പുലർച്ചെ 3 മണിയോടെ റെയിൽവേ സ്റ്റേഷന് പുറത്ത് കുട്ടികൾ കറങ്ങിത്തിരിയുന്നത് കണ്ട ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പോലീസിൽ വിവരം അറിയിച്ചത്. അവര് പറയുന്നത് എത്രത്തോളം സത്യമാണ് എന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ അവർ പറയുന്നതാണ് ഇങ്ങനെ, അവരെ ഈ പറഞ്ഞ പോലെ ഗോഡൌണിൽ ഏതോ ഒരു ഗോഡൌൺ കൊണ്ട് പാർപ്പിച്ചു. തീരെ വിദ്യാഭ്യാസം കാണുന്നില്ല കുട്ടികളുടെ. എന്ന് വെച്ചാൽ മലയാളം പോലും അറിയില്ല. അത് ചോദ്യത്തിന് ഇവരിപ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. ഓടി രക്ഷപ്പെട്ടു പറഞ്ഞാൽ ഏതെങ്കിലും ബോർഡ് വായിച്ചോ എന്ന് വെച്ചാൽ ബോർഡ് പോലും മലയാളത്തിൽ വായിക്കാൻ അറിയില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എത്രത്തോളം സത്യമാണെന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഫുട്ബോൾ കളിക്കാൻ കരിപ്പാലത്തെത്തിയപ്പോൾ തങ്ങളെ ചിലർ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നാണ് കുട്ടികൾ പോലീസിന് നൽകിയ മൊഴി. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാണ് തമ്പാനൂരിൽ എത്തിയതെന്നും കുട്ടികൾ പറഞ്ഞു. എന്നാൽ ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.
കൊല്ലം ചിതറയിൽ നിന്ന് കാണാതായ 15-കാരനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാണാതായ അഭയ് നിലമേലിൽ എത്തുന്ന ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. കുട്ടി നിലമേൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് കിട്ടിയത്. തിരുവനന്തപുരം ഭാഗത്ത് പോലീസ് തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. കൊച്ചി കടവന്തറയിൽ പഴകിയ ഭക്ഷണം പിടികൂടി. വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളിൽ വിതരണം ചെയ്യാൻ തയ്യാറാക്കിയ ഭക്ഷണമാണ് നഗരസഭ ആരോഗ്യ വിഭാഗം പിടികൂടിയത്. തമിഴ്നാട് സ്വദേശിയുടെ കാറ്ററിംഗ് യൂണിറ്റിൽ നിന്നാണ് ഭക്ഷണം പിടികൂടിയത്. സ്ഥാപനം അടച്ചുപൂട്ടി. സംഭവത്തിൽ പരിശോധന നടത്തുമെന്ന് റെയിൽവേ വ്യക്തമാക്കിയിട്ടുണ്ട്. കടവന്ത്രയിൽ തമിഴ്നാട് സ്വദേശിയായ ആകാശ് എന്നയാൾ നടത്തുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഭക്ഷ്യവസ്തുക്കൾ പിടികൂടിയത്. വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളിലേക്ക് ഭക്ഷണം എത്തിക്കുന്നത് ഇവിടെ നിന്നാണ്. 300 ചപ്പാത്തി, 20 കിലോ ദാൽ കറി, 15 ലിറ്റർ കടലക്കറി, 10 ലിറ്റർ കുറുമ, 300 പുഴങ്ങിയ മുട്ട, 10 കിലോ ചിക്കൻ കറി, 50 കിലോയോളം പഴകിയ കോഴിയിറച്ചി തുടങ്ങി പാകം ചെയ്തതുമല്ലാത്തതുമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ് നഗരസഭ ആരോഗ്യ വിഭാഗം പിടികൂടിയത്. ഇതിക്ക് മുമ്പും പരാതി ഇവിടെ നിന്ന് ഈ മലിനജലം തോട്ടിലേക്ക് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ആ തോടിൻ്റെ കരയിൽ താമസിക്കുന്ന ആളുകളുടെ പരാതി ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലൂടെ പരിശോധന നടത്തുകയും മലിനജല സംസ്കരണ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് നോട്ടീസ് കൊടുക്കുകയും 10,000 രൂപ ഫൈൻ അടപ്പിക്കുകയും ചെയ്തിട്ടുള്ള സമയം അനുവദിച്ചു ഈ മലിനജല സംസ്കരണ സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടി. പക്ഷേ ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല. ഇത് ഒരേ പ്രാവശ്യം വരുമ്പോഴും ഇവിടെ പുതിയ മാനേജർമാരാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കോർപ്പറേഷൻ ലൈസൻസിന് ഇവർ അപേക്ഷ സമർപ്പിക്കാത്തതുകൊണ്ട് ആരാ നടത്തുന്നത് പോലും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാം റെഡിയായി കഴിഞ്ഞു. സാധനങ്ങളെല്ലാം പുറത്തോട്ട് മാറ്റുവാണ്. ഇപ്പോൾ തന്നെ അടച്ചു പൂട്ടും. വന്ദേ ഭാരതിൻ്റെ കുറേ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പരിശോധന കിട്ടിയിട്ടുണ്ട്. റെയിൽവേ ക്യാൻറ്റീൻ എന്നാണിത് പൊതുവെ അറിയപ്പെടുന്നത്. ദിവസേന 6 തവണ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഭക്ഷണം കൊണ്ടുപോകാറുണ്ടെന്ന് കരാർ ഡ്രൈവറായ ഉദയകുമാർ പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനിൽ സാർ റെയിൽവേക്ക് ஹோட்டலில் ட்ரெயினுக்கு தான் ட்ரெயினில் ட்ரெயின் நேம் தெரியுது மேம் எனக்கு. வந்தே பாரத் മേൽഗാഡിന്ന് சொல்லுவாங்க அதுக்கு. ദുർഗന്ധം വമിക്കുന്ന വൃത്തിഹീനമായ ഇടത്തിലാണ് ഭക്ഷണം തയ്യാറാക്കിയിരുന്നത്. സ്ഥാപനത്തിൽ നിന്ന് മലിനജലം പുറത്തേക്ക് അശാസ്ത്രീയമായി ഒഴുക്കിവിടുകയായിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ നാട്ടുകാരുടെ പരാതിയിലാണ് ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത്. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിവിധ സർട്ടിഫിക്കറ്റുകൾ സ്ഥാപനത്തിലുണ്ട്. എന്നാൽ ഇതെല്ലാം ആധികാരികമാണോ എന്ന് പരിശോധിച്ചു വരികയാണ്. കോർപ്പറേഷൻ ലൈസൻസ് ഇല്ലാത്തതിനാലാണ് ആരോഗ്യ വിഭാഗം ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. സൗന്ദര്യവർദ്ധക ചികിത്സാ പിഴവിന് അന്വേഷണം നേരിടുന്ന തിരുവനന്തപുരത്തെ കോസ്മെറ്റിക് ഹോസ്പിറ്റലിനെതിരെ ചികിത്സാ പിഴവിന് നേരത്തെയും കേസ്. 2021 ഇവിടെ സമാന ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ കൊട്ടാരക്കര സ്വദേശി അമൃത് രാജിന്റെ മരണം ചികിത്സാ പിഴവ് കാരണമെന്ന ബന്ധുക്കളുടെ പരാതിയിൽ പേട്ട പോലീസ് FIR ഇട്ടിരുന്നു. ചികിത്സാ പിഴവിനെ തുടർന്നായിരുന്നു മരണമെന്ന് മെഡിക്കൽ ബോർഡും കണ്ടെത്തിയിരുന്നു. എന്നിട്ടും പ്രവർത്തനം തുടർന്ന ക്ലിനിക്കിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അമൃത് രാജിന്റെ കുടുംബം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. 2021 കൊട്ടാരക്കര പുത്തൂർ സ്വദേശി അമൃത് രാജ് വയറിലെ കൊഴുപ്പ് നീക്കാൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. ജൂൺ 11 ശസ്ത്രക്രിയ. 12 വീട്ടിലേക്ക് പോയപ്പോൾ തന്നെ അവശനായി. ഡോക്ടർ ബിബിലേഷിനെ വിളിച്ചപ്പോൾ കഞ്ഞിവെള്ളം കുടിച്ചാൽ ക്ഷീണം മാറുമെന്ന മറുപടി. തീരെ അവശനായതോടെ അമൃത് രാജ് 18 തിരുവനന്തപുരം പേട്ടയിലെ ക്ലിനിക്കിലെത്തി. ആരോഗ്യനില മോശമെന്ന് കണ്ട് ബിബിലേഷ് തന്നെ അമൃത് രാജിനെ ആനയറയിലെ ലോർഡ്സ് ആശുപത്രിയിലേക്ക് മാറ്റി. വീട്ടുകാരെത്തിയപ്പോൾ ഹൃദയാഘാതമുണ്ടായെന്നും രക്ഷിക്കാൻ തീവ്ര ശ്രമം നടത്തുകയാണെന്നും മറുപടി. മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ അമൃത് രാജ് മരിച്ചെന്ന് ബന്ധുക്കളെ അറിയിച്ച് ആശുപത്രി അധികൃതർ കൈകഴുകി. പുള്ളി പറഞ്ഞത് ബില്ലുണ്ട്, ഡിസ്ചാർജ് ബില്ലുണ്ട്, അതൊന്ന് പേ ചെയ്യണം. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പേ ചെയ്യാമെന്ന് പറഞ്ഞു. 10,000 രൂപയാണ് ബില്ല്. അത് താഴെ ഞാൻ കൗണ്ടറിൽ പോയി. അത് ഈ താഴെയാണ്, ഈ ഫസ്റ്റ് വന്ന കൗണ്ടറിൽ താഴെ വന്നു. ബില്ല് പേ ചെയ്തിട്ട് ഞാൻ ആ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങി ആംബുലൻസ് കിടക്കുന്നിടത്തോട്ട് വന്നപ്പോൾ എന്നെ മേളിൽ നിന്ന് അവർ വിളിച്ചു, ഒന്ന് മേളിലോട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ മേളിലോട്ട് ചെല്ലുമ്പോൾ അപ്പം ബിബിലേഷ് ഇല്ല അവിടെ. അപ്പോൾ ഈ മിസ്റ്റർ ഹരിദാസ് ആ ഡോക്ടറായിരുന്നു, അതിൻ്റെ MD ആണെന്ന് പറഞ്ഞു. പുള്ളിയുടെയാണ് ഹോസ്പിറ്റലെന്ന് പറഞ്ഞു. പുള്ളി എന്നെ ക്യാബിനിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം ഞാൻ ചോദിച്ചു എന്താണ് എൻ്റെ അനിയൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ആൾ പോയി എന്നാണ് പറയുന്നത്. ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബം പേട്ട പോലീസിൽ പരാതി നൽകി. FIR ഇട്ട് അന്വേഷണം തുടങ്ങി. മരണകാരണം ഹൃദയാഘാതമെങ്കിലും മരണത്തിലേക്ക് നയിച്ചത് ശസ്ത്രക്രിയയെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട്. എന്നിട്ടും ക്ലിനിക്കിനെതിരെ നടപടി ഉണ്ടായില്ല.
പേട്ടയിൽ ഒരു വീടിന്റെ മുകൾ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ക്ലിനിക്ക് അരശമൂട്ടിലെ ബഹുനില മന്ദിരത്തിലേക്ക് വളർന്നു. ഒടുവിൽ നീതു എന്ന 31-കാരിയെ കൊല്ലാക്കൊല ചെയ്തു. നീതുവിന്റെ ദുരവസ്ഥ അറിഞ്ഞതോടെയാണ് അമൃത്രാജിന്റെ കുടുംബവും നീതി തേടി ഇറങ്ങുന്നത്. എൻ്റെ അനിയനും ഇതേ ഇൻസിഡൻറ്റ്, ആ മെഡിക്കൽ റിപ്പോർട്ട് എനിക്ക് വിശ്വാസമല്ലാത്തതുകൊണ്ട് എനിക്ക് അപ്പെക്സിൽ പോകണം. ഞാനിത് ഇനിയിപ്പം CM-നെ കാണുക, ഞങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനോട് പറയുക, DGP-യെ കാണുക, എന്തുകൊണ്ട് എനിക്ക് ഈ നീതി നിഷേധം ഉണ്ടായി എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞാലേ എന്തുകൊണ്ട് ഇത് അപ്പെക്സിൽ പോയില്ല, അല്ലെങ്കിൽ ആ ഡൗട്ട് വെച്ചിട്ട് പോകാമായിരുന്നു, ശ്രദ്ധിക്കാമായിരുന്നു. പേട്ടയിലെ ക്ലിനിക്ക് മുട്ടത്തറയിലേക്ക് മാറി. കൊട്ടാരക്കരയിലെ അമൃത്രാജിന്റെ സ്ഥാനത്ത് മുട്ടത്തറയിലെ നീതു വന്നു. ഇതിനപ്പുറം നീതുവും അമൃത്രാജും അനുഭവിച്ചത് ഒരേ വേദനയാണ്. കുടുംബങ്ങൾക്കും പറയാനുള്ളത് ഒരേ കഥയാണ്. നീതുവിന് ജീവനെങ്കിലും തിരിച്ചു കിട്ടിയെന്ന് ആശ്വസിക്കാം. ഡോക്ടർമാരുടെ ഭാഷയിൽ നീതുവിന് സംഭവിച്ചത് ക്ലിനിക്കൽ ആക്സിഡന്റ് മാത്രമാണ്. ഇനിയെങ്കിലും ഇത്തരം ക്ലിനിക്കൽ ആക്സിഡന്റുകൾക്ക് ഇരകളുണ്ടാകാതെ നോക്കേണ്ടത് സർക്കാരാണ്. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കെതിരെ G. സുധാകരൻ. ആലപ്പുഴ പോലുള്ള നഗരത്തിന് താങ്ങാൻ കഴിയില്ല പദ്ധതി. 340 കോടിയുടെ റോഡാണ് തകർക്കാൻ പോകുന്നത്. 9 മാസം കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നതെന്ന് ഓർത്താൽ കൊള്ളാമെന്നും G. സുധാകരൻ. 9 മാസം കഴിഞ്ഞാൽ മുനിസിപ്പൽ ഇലക്ഷനാണ്, ഓർത്തോണം, അവിടെ മുടിച്ചിട്ടാവും ചില സമയത്ത്. ഈ 9 മാസം ഗവൺമെന്റിന്റെ കാലാവധി കഴിഞ്ഞ് പുതിയ ഗവൺമെന്റ് വരികയല്ലേ, പഠിച്ചിട്ടത് ചെയ്താൽ പോലെ. ഇത്ര ധൃതി എന്താണ് ഇവിടെ? പല കുഴപ്പമുണ്ട്. ഒന്നാം റോഡുകൾ എല്ലാം നശിപ്പിക്കുകയാണ്. ഈ നാടിന്റെ അഭിമാനമാണ്. ഇതുപോലെ റോഡിനെ നിർമ്മിക്കാൻ പറ്റുമോ? അത് നിർമ്മിക്കും. കൈക്കൂലി എല്ലാം നിർമ്മിച്ചത് കൊണ്ടാണ് ഈ റോഡ് 8 വർഷമായി കിടക്കേണ്ട റോഡുകൾ. കാനഡയിൽ സമ്പൂർണ്ണ പുനഃസംഘടനയ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ പുതിയ മന്ത്രിസഭ അധികാരമേറ്റു. 28 ക്യാബിനറ്റ് മന്ത്രിമാരിൽ 24 പേരും പുതുമുഖങ്ങളാണ്. ഇന്ത്യൻ വംശജ അനിത ആനന്ദാണ് പുതിയ വിദേശകാര്യമന്ത്രി. മന്ത്രിസഭ രൂപീകൃതമായതിന് പിന്നാലെയുള്ള ആദ്യ മന്ത്രിസഭാ യോഗം ഇന്ന് നടക്കും. അമേരിക്കയുമായി പുതിയ സാമ്പത്തിക സുരക്ഷാ ബന്ധങ്ങൾ സൃഷ്ടിക്കുക, ജീവിത ചെലവ് കൈകാര്യം ചെയ്യുക, കാനഡയുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക എന്നിവയാണ് സർക്കാരിന്റെ മുൻഗണനകളെന്ന് കാർണി തന്റെ സോഷ്യൽ മീഡിയയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം അശ്വതി പിള്ള ചേരും.